തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിശദമായ ചർച്ച ജനുവരിയിൽ നടത്താൻ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനം. ആദ്യം പാർട്ടി തല അവലോകനത്തിന് യോഗത്തിൽ ധാരണയായി. ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗം തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി ചർച്ച ചെയ്തില്ല. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, കേരള കോൺഗ്രസ് എം LDFിൽ നിന്ന് പോകും എന്നുള്ള ആശങ്ക വേണ്ട. ജോസ് കെ മാണി ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ യോഗം തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ചൊരു ചർച്ചയ്ക്കുള്ളതായിരുന്നു. എന്നാൽ ഇന്നത്തെ യോഗം കാര്യമായി അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ എടുത്ത നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും എങ്ങനെയാണ്? അതോടൊപ്പം ജനുവരിയിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തുമ്പോൾ അത് വല്ലാതെ വൈകി പോകില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. ഇന്ന് കാര്യമായ ചർച്ചകളില്ലാതെ ഇടതുമുന്നണി യോഗം അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം തുടക്കത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. CPIയും അതുപോലെ തന്നെ CPIഎമ്മും കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗങ്ങൾ ചേർന്നതിന് ശേഷം ചില കാര്യങ്ങളൊക്കെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നെങ്കിൽ തന്നെയും പക്ഷേ അതൊന്നും തന്നെ ചർച്ചയായില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. SIRഉം ഒപ്പം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ ജനുവരിയിൽ ചർച്ച നടത്താം എന്നുള്ള തീരുമാനത്തിൽ പിരിഞ്ഞു എന്നുള്ളതാണ്. 10:30 തുടങ്ങിയ യോഗം ഏകദേശം 12:30 മുമ്പ് തന്നെ പിരിഞ്ഞു. 2 മണിക്കൂർ കൊണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. എല്ലാ ഘടകകക്ഷികളും ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. നേതാക്കന്മാരെല്ലാം തന്നെ എത്തിച്ചേർന്നിരുന്നു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞതിന് ശേഷം അവസാനിപ്പിച്ചു. ഇനി പാർട്ടി തലത്തിലുള്ള ഒരു സംഘടനാപരമായ വിലയിരുത്തൽ, അതായത് ഓരോ പാർട്ടിക്കും ഈ പരാജയമുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഓരോ വിലയിരുത്തലുണ്ടാകും. ആ വിലയിരുത്തലിന് ശേഷം ജനുവരിയിലൂടെ തന്നെ LDF യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നുള്ള നിലപാടിൽ പിരിയുകയായിരുന്നു. മുഖ്യമന്ത്രിയാണ് ഈ കാര്യം മുന്നോട്ട് വെച്ചതും. അതായത് ജനുവരിയിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതി എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. അതിനു മുമ്പ് സംഘടനാപരമായുള്ള പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ അതത് പാർട്ടികൾ തന്നെ ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയിലെത്തണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇടതുമുന്നണി യോഗത്തിൽ കാര്യമായ ചർച്ചകളൊന്നും തന്നെ ഇല്ലാതെ തൽക്കാലം അവസാനിച്ചിരിക്കുന്നത്. അതേസമയം പുറത്തേക്ക് വന്ന ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടു. താൻ LDFിൽ തന്നെ ഉറച്ചു നിൽക്കും, യാതൊരു കാരണവശാലും LDF വിട്ട് മറ്റെങ്ങോട്ടേക്കും പോകാൻ സാധ്യതയില്ല. പാർട്ടിയുടെ വോട്ട് അതേപടി തന്നെ LDFിൽ നിലനിന്നിരുന്നു. പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല, പാർട്ടിയുടെ വോട്ട് കൃത്യമായി ലഭിക്കുകയും ചെയ്തു എന്നൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം പുറത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നിരുന്നാൽ തന്നെയും കേരളത്തിലുണ്ടായ പരാജയം, അതായത് പ്രത്യേകിച്ചും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇടതുമുന്നണിക്കുണ്ടായ പരാജയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഘടകകക്ഷികളും CPIഎമ്മും CPIയും ഒക്കെ കാണുന്നത്. അതിൻ്റെ അലയൊലികൾ ഇന്നലത്തെ സംസ്ഥാനതല യോഗങ്ങളിൽ കണ്ടതും കേട്ടതുമാണ്. ഈ പരാജയത്തിൻ്റെ കാര്യങ്ങളെ പലപ്പോഴും CPM മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോൾ CPI അത് തുറന്നടിച്ചു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യക്ഷത്തിൽ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് CPM ഇന്നലെ തന്നെ അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞിരുന്നു. കൃത്യമായി 68 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് വിജയിക്കാൻ പ്രാപ്തമായ വോട്ടുകൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും മധ്യ കേരളത്തിലുണ്ടായ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കും. പ്രത്യേകിച്ചും കോട്ടയത്തും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ ഇടുക്കിയിലുമൊക്കെ ഉണ്ടായ പരാജയത്തെക്കുറിച്ച് കാര്യമായി പഠിക്കും എന്നുള്ളൊക്കെ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ യോഗം ചേർന്നിരുന്നെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടില്ല. CPI ആകട്ടെ കുലങ്കക്ഷമായി തന്നെ ഇന്നലത്തെ പാർട്ടിക്കുണ്ടായ ഇടതുമുന്നണിക്കുണ്ടായ പരാജയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ നിശിതമായ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു ചില നേതാക്കന്മാർ. എന്നാൽ തന്നെയും ഇന്ന് ഗൗരവമുള്ള ഒരു ചർച്ചയും ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തിൽ ഈ പാർട്ടി തല സാധാരണഗതിയിൽ ഇടതുമുന്നണി യോഗങ്ങളിൽ അവരുടെ സംസ്ഥാന തലത്തിലെ ഒരു യോഗം ചേരണമെന്നുണ്ടെങ്കിൽ ജില്ലാ തലങ്ങളിലുണ്ടായ പരാജയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പാർട്ടികൾക്ക് ലഭ്യമാകണം. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല. ഓരോ ജില്ലകളിലും പരാജയ കാരണങ്ങൾ, എന്തുമാത്രം വോട്ട് കുറഞ്ഞു, ആ വോട്ട് കുറയാനിടയായ സാഹചര്യം എന്നിവയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ റിപ്പോർട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും നൽകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ LDFന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ചർച്ചയിലേക്ക് കടക്കുക. അതുകൊണ്ടാണ് ജനുവരിയിലേക്ക് തൽക്കാലത്തേക്ക് ഈ ഇടതുമുന്നണി യോഗം മാറ്റിയത്. അന്ന് വിശദമായ ചർച്ചയുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതേസമയം പാർട്ടി തലത്തിൽ അവർക്കുണ്ടായ പരാജയ കാരണങ്ങൾ ഓരോ ജില്ലകളും കേന്ദ്രീകരിച്ച് അവർ ചർച്ച ചെയ്യും. ആ പരാജയ കാരണങ്ങൾ പിന്നീട് ഇടതുമുന്നണിക്ക് മുന്നിലേക്ക് കൊണ്ടുവരും. നേരത്തെ CPIഎം തീരുമാനിച്ചതുപോലെ തന്നെ അവരുടെ പരാജയവുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു അവലോകന യോഗമായിട്ട് തന്നെ അത് എടുക്കും. ആ യോഗം ചേരും. ജില്ലകളിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കും. ആ വിശദീകരണ യോഗത്തിൽ സംസ്ഥാന നേതാക്കന്മാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും പ്രസംഗിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ്
സാധ്യത. എന്തായാലും പാർട്ടി CPI-എമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമായിരിക്കും ഇനി ഇടതുമുന്നണി യോഗത്തിലേക്ക് കടക്കുക. കാരണം സംസ്ഥാന സമിതി യോഗമാകുമ്പോഴേക്കും ഓരോ ജില്ലാ കമ്മിറ്റികളുടെയും വ്യക്തമായ റിപ്പോർട്ട് CPI-എമ്മിന് കിട്ടും, അത്തരത്തിൽ CPI-ക്കും കിട്ടും. അങ്ങനെ ഓരോ പാർട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ റിപ്പോർട്ടുകൾ ലഭ്യമാകും. ആ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും കാര്യമായ അല്ലെങ്കിൽ ഗൗരവത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കുക. എന്തായാലും LDF-ൽ ജനുവരിയിൽ ഇത് കാര്യമായ ചർച്ച ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം ഈ ഇടതുമുന്നണി പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നു. അതിലെല്ലാം പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം തിരുവനന്തപുരത്ത് BJP പിടിച്ചെടുത്തത്, കോർപ്പറേഷൻ പിടിച്ചെടുത്തതാണ് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടം BJP കൈവരിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ അടിത്തെറ്റിയിരിക്കുന്നത് ഇടതുമുന്നണിക്കാണ്, പ്രത്യേകിച്ചും CPI-എമ്മിനാണ്. അതുപോലെ തന്നെ കോഴിക്കോട്ടും കൊല്ലത്തുമൊക്കെ വലിയ തരത്തിലെ പരാജയം ഉണ്ടായിരിക്കുന്നു. ഇത്തരം പരാജയ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ജില്ലാ കമ്മിറ്റികൾ കൃത്യമായി ബോധ്യപ്പെട്ട് അവർ അത് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയതിന് ശേഷമായിരിക്കും ഇനിയുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കുക. എന്തായാലും ചർച്ച കൃത്യമായി നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. വലിയ താമസമില്ലാതെ CPI-എമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേരും. ആ യോഗത്തിന് ശേഷമായിരിക്കും ഇടതുമുന്നണി യോഗത്തിലേക്ക് കടക്കുക. ശരി, D. ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.